ഹായ് ഫ്രണ്ട്സ്, ബ്യൂട്ടി ടിപ്സ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കർക്കിടകം സ്പെഷ്യലായിട്ടുള്ള 6ാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിലും എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വേദനകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും വേണ്ടിയിട്ട് എണ്ണ തേച്ച് കുളി വളരെ നല്ലതാണ്. കർക്കിടക മാസത്തിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഡെയിലി റൊട്ടീനായിട്ട് നമുക്കിത് ചെയ്യാം. ദിവസവും ഇങ്ങനെ എണ്ണ തേച്ച് കുളിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമായിട്ടെങ്കിലും എണ്ണ തേച്ച് കുളിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓയിലാണേ. അപ്പം അതെനിക്ക് വളരെയധികം എഫക്റ്റീവാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഇതാ ദിനേശവല്യാതി കോക്കനട്ട് ഓയിൽ വളരെ നല്ലതാണ്. അതേപോലെ ദിനേശവല്യാതി തൈലം അത് നല്ലതാണ്. പിന്നെ എല്ലാവർക്കും അറിയാലോ, നാൽപ്പാമരാതി തൈലം നമ്മുടെ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ചിഷ്ട ഓയിൽ, ഇതൊക്കെ വളരെ നല്ലതാണ്. ഇനി ഇതൊന്നും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ. പിന്നെ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ ഇല്ലേ, അതാണെങ്കിലും വളരെയധികം നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ഏത് ഓയിലാന്ന് വെച്ചാൽ നിങ്ങൾ അത് യൂസ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ യൂസ് ചെയ്യുന്ന ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓയിലാണെന്ന്. ഇതാണ് ആ ഓയിൽ. എനിക്ക് ഈ ഓയിൽ ഉണ്ടാക്കാൻ പറഞ്ഞത് എൻ്റെ ഒരു ചേച്ചിയാണ് കേട്ടോ. ചേച്ചി ഏതൊരു യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടാണ് എന്നോട് പറഞ്ഞു തന്നത്. അപ്പം ഞാൻ അതേപോലെയല്ല ഉണ്ടാക്കിയത്, എൻ്റെതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഞാൻ ഈ ഓയിൽ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഈ ഓയിലിൻ്റെ പ്രിപ്പറേഷൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ എന്തായാലും ഉണ്ടാക്കും. എൻ്റെ ഈ ഓയിൽ ഇത് കഴിയാറായി, അതുകൊണ്ട് എനിക്ക് എന്തായാലും ഉണ്ടാക്കണം. അപ്പം നിങ്ങൾക്കും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാവില്ലേ നമ്മുടെ മുഖത്തും, അങ്ങനെ കാലുമേലും കൈമേലും ഒക്കെ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ വളരെയധികം നല്ലതാണ്. നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ കളർ, ഒരു ഡാർക്ക് റെഡ് കളറാണേ. ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കൈമേലും കാലുമേലും ഒക്കെ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഇങ്ങനത്തെ ഓയിലൊക്കെ ഉപയോഗിച്ച് കുളിക്കുമ്പോൾ നമ്മൾ മാക്സിമം സോപ്പ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതിന് പകരമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ബാത്ത് പൗഡറൊക്കെയാണ് ഏറ്റവും നല്ലത്. ഞാനൊരു ബാത്ത് പൗഡർ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലത്തെ ബാത്ത് പൗഡർ ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കടലപ്പൊടിയോ ചെറുപയർ പൊടിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടി ആയാലും ഗോതമ്പ് പൊടി ആയാലും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മുടെ ഈ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇനി ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.